മന്ത്രിക്കെതിരെ ഭരണകക്ഷി MLA തന്നെ നിയമസഭയിൽ നിരാഹാര സമരം നടത്തുക, അതും സ്വപ്നത്തിൽ ഗാന്ധിജി പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടെന്ന് പ്രഖ്യാപിക്കുക. രണ്ടാം കേരള നിയമസഭയിൽ നടന്നതാണ് ഇതൊക്കെ. കണ്ണൂരിലെ മാടായിൽ നിന്നുള്ള പ്രഹ്ലാദൻ ഗോപാലൻ എന്ന P. ഗോപാലനാണ് ഈ സംഭവത്തിലെ നായകൻ. ആർ ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി PT ചാക്കോയ്ക്കെതിരെ പീച്ചി വിവാദം കത്തിനിന്ന കാലം. മന്ത്രിയോടൊപ്പം കാറിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചതാണല്ലോ വിഷയം. പ്രശ്നം സദാചാര ലംഘനം. കൂടാതെ കാർ ഒരു ഉന്തുവണ്ടിക്കാരനെ ഇടിച്ചിട്ട ശേഷം മന്ത്രി നിർത്താതെ പോവുകയും ചെയ്തു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ വോട്ടെടുപ്പ് നടന്നത്. കണ്ണൂരിലെ മാടായിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം പ്രഹ്ലാദൻ ഗോപാലൻ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നന്ദിപ്രമേയത്തെ എതിർത്തു സംസാരിച്ചു. അധാർമികനായ ഒരു മന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യില്ലെന്നായി പ്രഹ്ലാദൻ ഗോപാലൻ. മാത്രമല്ല, ഗാന്ധിജി തലേരാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കോൺഗ്രസിലെ സദാചാരം സംരക്ഷിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടെന്നും പ്രഹ്ലാദൻ ഗോപാലൻ വെളിപ്പെടുത്തി. മന്ത്രി രാജിവെച്ചൊഴിയുന്നതുവരെ നിയമസഭാ ഹാളിന് മുന്നിൽ നിരാഹാര സമരവും പ്രഖ്യാപിച്ചു. ഒന്നുകിൽ മന്ത്രിയുടെ രാജി, അല്ലെങ്കിൽ തൻ്റെ മരണം പ്രഹ്ലാദൻ പ്രഖ്യാപിച്ചു. പോരെ പൂരം. കോൺഗ്രസിലെ ചാക്കോ വിരുദ്ധരുടെ പിന്തുണയാണ് പ്രഹ്ലാദൻ്റെ പിൻബലം. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷവും പ്രഹ്ലാദനൊപ്പം കൂടി. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടതോടെ പ്രഹ്ലാദൻ ഗോപാലൻ അന്നു തന്നെ നിരാഹാരം അവസാനിപ്പിച്ചു. CK ഗോവിന്ദൻ നായർ നൽകിയ നാരങ്ങാനീര് കുടിച്ചുകൊണ്ടാണ് നിരാഹാരം നിർത്തിയത്. ആഭ്യന്തരമന്ത്രി ചാക്കോയ്ക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നത് ഈ സംഭവങ്ങളുടെയൊക്കെ അനന്തര ഫലമായാണ്.